മമ്മതേ കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. താങ്കൾ ഇപ്പോഴും BBC മാത്രമാണ് ആശ്രയിക്കുന്നത്. BBC പറഞ്ഞ എന്തോ അതാണ് താങ്കൾക്ക് വേദവാക്യം. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ കുട്ടാ. ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. BBC മാത്രം നല്ല പറഞ്ഞത് ലോകത്തുള്ള ചില ചാനലുകൾ, ഒന്ന് BBC, അൽ ജസീറ, റിപ്പബ്ലിക് നന്നായി. അത് ഭയങ്കരം തന്നെ. ഒരു സംശയം ചോദിച്ചോട്ടെ, രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? പാലസ്തീനികൾ എവിടുന്ന് വരുന്നു? ഞാൻ പറയട്ടെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയതനുസരിച്ച് അവർക്ക് ജൂതന്മാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. വേണേ ഞാൻ കാണിച്ചു തരാം. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള. നിങ്ങൾ പലസ്തീനികൾ വരുന്നത്, നിങ്ങൾ ഇന്ന് വിളിക്കുന്ന പലസ്തീനികൾ മിക്കവാറും ജോർദാനികളാണ്. നിങ്ങൾ ഇന്ന് പലസ്തീനികളെന്ന് വിളിക്കുന്ന ആളുകൾ മിക്കവാറും ഈജിപ്തികളാണ്. നിങ്ങളൊന്ന് പറയൂ, എവിടെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഹിസ്റ്ററിയിലുള്ളത്? നിങ്ങൾ കാണിച്ചത് നിങ്ങൾ പറയണ പണി. ഞാൻ രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. അതല്ല ഉദ്ദേശം. തലവേദനയായല്ലോ ഈശ്വര. ഇതാരപ്പം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ. അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. താങ്കൾ ബൈബിൾ വായിച്ചോന്നറിയില്ല. ബൈബിളിൽ പറയുന്നത് അനുസരിച്ച് ഫിലിസ്റ്റൈനുകൾ, കനാനൈറ്റുകൾ, പിന്നെ എമോറൈറ്റുകൾ, അമോബൈറ്റുകൾ തുടങ്ങിയ ട്രൈബുകൾ. വെറുതെ വായി തോന്നണമെന്ന് പറയില്ല എന്റെ ചേട്ടാ. നിങ്ങൾ ബൈബിൾ വിട്. ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കാണിച്ചു. നിങ്ങൾ ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് കാണിച്ചത് ഇപ്പൊ ഞാൻ കല്ലുന്നു. ഫോട്ടോ കാണാനല്ല. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? നിങ്ങൾ ഖുർആനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരൊറ്റ തവണ എന്ത് നിങ്ങൾ കളിമ ചെല്ലരുത്. നിങ്ങൾ കളിമ ചെല്ലിയ പിന്നെ എന്തിനു പറ്റും? അല്ല കൃഷ്ണമണി, ഇതിങ്ങനെ പോയാൽ കുതിരവട്ടത്ത് കൊണ്ടുപോകും, അതോ ഊളം പറ കൊണ്ടുപോകും? ഇപ്പോഴാണെങ്കിലും ഒരു ഷോക്കിലൊതുങ്ങും. നിങ്ങൾ ദയവായി കളിമ ചെല്ലരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന ഫോൺ സംഭാഷണമൊക്കെ അല്ല നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെ വരരുത്. നിങ്ങൾ ഇവിടുന്ന് എത്ര അകലത്തിൽ പോകുന്നോ അത്രയും ഞങ്ങൾക്ക് ഭാഗ്യ. പാർട്ടി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവായിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ CPU കമ്പ്യൂട്ടറിനെ പോലെ. ഖുറാന്റെ വ്യാഖ്യാനം ഒരു ഹിന്ദു കൊല്ലപ്പെടുകയാണെങ്കിൽ പാവം ഇത്ര ചെറുപ്പത്തിലേ വട്ടായിപ്പോയല്ലോ. കഷ്ടം. കാട് നണങ്ങളും കയറിയിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ കയറിയത് കാടല്ല. ആരിഫ് ഹുസൈൻ പലസ്തീനെ പറ്റി പറഞ്ഞ കാടല്ല. താങ്കളാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയത്. എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചത്? ഹുസൈൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ പറഞ്ഞ നുണകൾ ഇവിടെ പൊളിച്ച് കാണിച്ചാൽ നിങ്ങളുടെ ആ ജാളിയിലാണ് നിങ്ങൾ ഇവിടെ വെപ്രാളമായിട്ട് പുറത്തെടുക്കുന്നത്. അതിവിടെ വിലപ്പോവില്ല. നിങ്ങൾ വിഷയത്തിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം. എനിക്ക് എന്തിന് ജാള്യത? എന്തിനടുത്ത് ജാള്യത വേണ്ടത്? ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ മുമ്പിലൊന്നും ഞാൻ ജാള്യത ഉണ്ടാവില്ല. എനിക്ക് എന്തിന് ജാള്യത വേണമെങ്കിൽ വന്നോളൂ. ഏത് പരസ്യത്തിന് ഞങ്ങളോട് ചെയ്യാറാ? എടാ വേല വയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? നമുക്കൊരു ദിവസം ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു പരസ്യ സംവാദം നിർത്തി അവമാനിക്കുവാണെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ മാത്രമേ എനിക്ക് സമയമില്ല. കാരണം എനിക്ക് എന്റെ വെല്ലുവിളി വെച്ചു ഏറ്റെടുത്തപ്പോ അപ്പൊ തന്നെ മുങ്ങി. ഇതാണ് പ്രശ്നം. ഇവൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും ഇടി മേടിക്കും. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല. അതന്നെയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ മൃഗഡോക്ടറാണോ എന്നാണ് എന്റെ ഡൗട്ട്. ത്രാണിക്ക് മാത്രം നിങ്ങളില്ല മിസ്റ്റർ. നീ അങ്ങോട്ടാണ് ഈ തള്ളിക്കറി വരുന്നത്. അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഇത് കഴിയുമ്പോൾ നമുക്ക് സംവാദത്തിന് ഇരിക്കാം. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് ഇരിക്കാം. ലോക സമാധാനത്തിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ഏത് വിഭാഗമാണ്? ഞാൻ തെളിയിച്ചു കാണിച്ചു തരും അത് ഇസ്ലാമാണെന്നുള്ളത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? കലങ്ങുന്ന ലക്ഷണമാ. അല്ല എന്റെ കയ്യിലുള്ളത് കാരൻ ആംസ്ട്രോങ്ങിന്റെ പുസ്തകമാണ്. ഈ കാരൻ ആംസ്ട്രോങ് നിങ്ങൾ അതൊക്കെ അവിടെ വെക്കൂ. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് 21ാം നൂറ്റാണ്ടിൽ 2024 അത് ഇസ്ലാമാണ് എന്ന് ഞാൻ തെളിയിച്ചു കാണിച്ചു. അത് നിങ്ങൾക്ക് മറിച്ച് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ഇതിന് ശേഷം നമുക്ക് മറ്റൊരു വേദിയിൽ അത് ചെയ്യാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പേഷ്യന്റിന് റെസ്റ്റ് കൊടുക്കണം. പേഷ്യന്റ് നമുക്ക് കുറച്ച് റെസ്റ്റ് തന്നാൽ മതി.
എനിക്ക് നിങ്ങളോട് എന്തിനാ ധൈര്യക്കുറവ്? ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും.